നമസ്കാരം, ഞാൻ കണ്ണിൽ പുതിയടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇന്ത്യയിലെ പ്രമുഖ പ്രൈവറ്റ് എയർലൈൻസിലൊന്നായി ഇൻഡിഗോ എയർലൈൻസിലേക്ക് കൊച്ചിയിൽ അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഓഗസ്റ്റ് 31 മുമ്പാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിളുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും. അതുകൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഒരു എയർപോർട്ട് ഓപ്പറേഷൻസ്, ഫ്ലൈറ്റ് ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പൊസിഷൻസ് 3 പൊസിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ടെർമിനൽ സർവീസ്, അതായത് പാസഞ്ചേഴ്സിൻ്റെ ചെക്ക് ഇൻ, ബോർഡിംഗ്, ബാഗേജിങ് സർവീസ്, അതുപോലെ അഡ്രസ് എൻക്വയറി, അതുപോലെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ കോൺഫ്ലിക്റ്റ് ആൻഡ് റിസോൾവ്, ഇങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെയാണ് ഈ പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തവർക്ക് ലഭിക്കുക. രണ്ടാമത് സെക്യൂരിറ്റി, അതായത് പാസഞ്ചേഴ്സിനെ സ്ക്രീൻ ചെയ്യുക, ലഗേജ് അതുപോലെ കാർഗോ ഒക്കെ അഡ്വാൻസ് എക്യുപ്മെൻറ്റ്സ് അനുസരിച്ച് സ്ക്രീൻ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഈ സെക്യൂരിറ്റിക്കാർ ചെയ്യേണ്ടത്. മൂന്നാമത് റാമ്പ് സർവീസിലേക്കാണ്, അതിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി. അതുപോലെ സേഫ്റ്റി കംപ്ലയൻസ് ഒക്കെ എൻഷുർ ചെയ്യണം. ഇങ്ങനെ ഡ്യൂട്ടീസൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. മാൻഡേറ്ററി ആയിട്ട് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും, അതുപോലെ അപ്ഡേറ്റ് ചെയ്തുള്ള ആധാർ, പാൻ കാർഡ് മുതലായി ഉണ്ടായിരിക്കണം. അതുപോലെ 2021 ശേഷം ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇൻ കേസ് പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് കോപ്പി ഉണ്ടായിരിക്കണം, അതുണ്ടായിരിക്കണം എന്നൊക്കെ. അതുപോലെ നേരത്തെ ജോലി ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്പിൻ്റെ കോപ്പി, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുക, അതൊക്കെ ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഓർമ്മിക്കുക. എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നല്ല ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടായിരിക്കണം, നല്ല ഗ്രൂമിംഗ് സ്റ്റൈലൊക്കെ ആയിരിക്കണം. അതേപോലെ വിസിബിൾ ആയുള്ള ടാറ്റൂസ് ഒന്നും അലോ ചെയ്യത്തില്ല, ഉണ്ടാകാൻ പാടില്ല. അതുപോലെ റൊട്ടേഷണൽ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇനിഷ്യൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം അസസ്മെൻറ്റ് ഉണ്ടാവും. അസസ്മെൻറ്റ് ഒരു മാത്തമാറ്റിക്കൽ അസസ്മെൻ്റ് ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക. 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം 2 സ്പീച്ച് കോമ്പറ്റീഷൻ, സ്പീച്ച് അസസ്മെൻറ്റും ഉണ്ടായിരിക്കും. അതിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ റിട്ടേൺ അസസ്മെൻറ്റ് 2 ഉണ്ടാവും. അതിൽ 25 മിനിറ്റിൽ ഏകദേശം 14 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇത്രയും ക്വാളിഫൈ ചെയ്യുന്നവർ കാര്യം പിന്നീട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് ഓഗസ്റ്റ് 31 മുമ്പ് അപേക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്താൽ അതിൽ തന്നെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് അപ്ലൈ എന്നുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് 30 ആണെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യേണ്ട. കാരണം എൻ കേസ് ഏതെങ്കിലും കാരണം വെച്ചാൽ നേരത്തെ ഡ്രൈവിനുള്ള ആപ്ലിക്കേഷൻസ് ലിങ്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് എലിജിബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് ബന്ധപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.